ബാഷ്പകലയാമുരദ്യമാനത തച്ചാഭിചിത്തപടിശജ്ജനകേവയുക്തേ മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണം ഋച്ഛതി മന സഹസായ. ആരാ? മനസ്സിലായില്ലല്ലോ. താങ്കളെ ഇതിനു മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ദൂരെ നിന്നാ. ഭഗവാനെ കണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ വന്നതാ. ഇന്നെന്റെ മകന്റെ വിധി പറയുന്ന ദിവസമാണ്. വിധിയോ? തന്ദനത്തന്ദാനോ തകതന്ദനത്തന്ദാനോ തന്ദനത്തന്ദാനോ തന്നാ തന്ദനത്തന്ദാനോ തന്ദനത്തന്ദനത്തന്ദാനോ തകതന്ദനത്തന്ദാനോ തന്ദനത്തന്ദാനോ തന്നാ തന്ദനത്തന്ദാനോ തന്ദനത്തന്ദനത്തന്ദാനോ തകതന്ദനത്തന്ദാനോ തന്ദനത്തന്ദാനോ തന്നാ തന്ദനത്തന്ദാനോ. കിഴക്ക് കിഴക്ക് കിഴക്കൂന്നൊരു മാണിക്ക് ചെമ്പഴുക്ക മാമല വാഴണ കൊട്ടാരത്തിലെ മാണിക്ക് ചെമ്പഴുക്ക. കിഴക്ക് കിഴക്ക് കിഴക്കൂന്നൊരു മാണിക്ക് ചെമ്പഴുക്ക മാമല വാഴണ കൊട്ടാരത്തിലെ മാണിക്ക് ചെമ്പഴുക്ക. എങ്ങടെ മണ്ണിനെ കാത്തരുളേണമേ ഭൂമിക്കൊടയോരേ, എങ്ങടെ നെഞ്ചിലെ ആദിയകറ്റനെ എന്നുണ്ണി തമ്പുരാനെ, എന്റെ കാവിലെ ദൈവങ്ങളെ. കിഴക്ക് കിഴക്ക് കിഴക്കൂന്നൊരു മാണിക്ക് ചെമ്പഴുക്ക മാമല വാഴണ കൊട്ടാരത്തിലെ മാണിക്ക് ചെമ്പഴുക്ക. തകതിന്താര തകതിന്താര തകതിന്തകതിന്താര തകതിന്താര തകതിന്താര തകതിന്തകതിന്താര. കണ്ണിൽ കരിമഷിയിട്ടവള് കാതിലഴകെഴും കമ്മലിട്ട് കുഞ്ചിക്കുഴഞ്ഞിടും താമര പൈങ്കിളി പോലെ നടന്നവള്. കറുത്ത നിറമുള്ളോന കാർവണ്ടിൻ ചെയ്യിലുള്ള ചൊങ്കനിവൻ, കത്തിയിറങ്ങണ സൂര്യ ദേവന്റെ ചെങ്കനലേറ്റിയവൻ. അങ്ങേ മലയിലെ പൂമരക്കൊമ്പിലെ പുൽമേഞ്ഞ മാടത്തിൽ ചായുറങ്ങിടുന്ന താമര പൈങ്കിളി നീ എന്റെ ചരത്ത് നെഞ്ചില് ചൂടേറ്റി ചായുറങ്ങിടുകില്ലേ. തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര. കിഴക്ക് കിഴക്ക് കിഴക്കൂന്നൊരു മാണിക്ക് ചെമ്പഴുക്ക മാമല വാഴണ കൊട്ടാരത്തിലെ മാണിക്ക് ചെമ്പഴുക്ക. കിഴക്ക് കിഴക്ക് കിഴക്കൂന്നൊരു മാണിക്ക് ചെമ്പഴുക്ക മാമല വാഴണ കൊട്ടാരത്തിലെ മാണിക്ക് ചെമ്പഴുക്ക. തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര തകതെയ്താര തകതെയ്താര തകതെയ്തകതെയ്താര. എടാ മോനെ, ഇന്നൊരു അവധി ദിവസമല്ലേ, കാർത്തൂര് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു? കുഴപ്പമില്ല അച്ഛൻ, സ്കൂളില്ലാത്തപ്പോൾ മാത്രമല്ലേ എനിക്ക് അച്ഛനെ സഹായിക്കാനാകുള്ളൂ.
തമ്പുരാനല്ലേ ആ വരുന്നത്? ആ എന്താണ് കോര, താൻ മകൻ കാർത്തികേയനെയും പാടത്തേക്ക് ഇറക്കിയോ? ആ, പാടത്തെ പണിയും പിള്ളേര് പഠിച്ചിരിക്കട്ടെ തിരുമേനി. ആ അത് നന്നായി. ചെളിക്കുണ്ടില്ല താമര വിരിയുന്നത്. ലക്ഷ്മി, അവിടെ ചെന്താവരി വിരിഞ്ഞിട്ടുണ്ട്. ആണോ? എനിക്ക് ഒരെണ്ണം പറിച്ചിരുന്നു. അതിനെന്താ? കോര, കഴിഞ്ഞ വർഷത്തെ മഴ ചതിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് 100 മേനി കൊയ്യാമായിരുന്നു അല്ലേ? ഇത്തവണത്തെ കൃഷിക്ക് നമ്മൾ 100-ൽ 150 കൊയ്യും തമ്പ്ര. പിന്നെ ഞാനൊരു വാർത്ത കേട്ടു. എങ്ങനെയാ ഇപ്പൊ അത് ചോദിക്കണത്? കോരൻ നമ്മുടെ തെക്കേപ്പാടം വിൽക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടു അല്ലേ? ശരിയാ. എന്താ ഇപ്പൊ ചെയ്യുക? ഓരോ ദിവസവും കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയല്ലേ. എനിക്കും കൂടി ഒരു പൂ പറിച്ചോടാ. കാർത്തികേയ, നിങ്ങൾ വരുന്നോ ഇല്ലത്തേക്ക്? എന്താന്ന് വെച്ചാ കഴിച്ചിട്ട് പോവാം. വരിക. അവൻ എണീറ്റില്ലേടി? അവൻ കുളിച്ച് റെഡിയാകുന്നുണ്ട്. കൊണ്ടുവന്ന പെട്ടികളിൽ പലതും അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടേതാ. ചിഞ്ചു, റെഡിയായോ? ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരാം. ഓ, ഞാനിപ്പോ വരാം. ഈ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒറ്റ ദിവസം വീട്ടിലിരുന്നിട്ടില്ല. ഓനെ കാർത്തു, ഇന്ന് എങ്ങോട്ടാ യാത്ര? ഇന്ന് എങ്ങോട്ടും ഇല്ല. ഇന്ന് അമ്പലം പോണം. അച്ഛൻ വരുന്നുണ്ട്. ഞാൻ വരണില്ല, നീ പോയിട്ട് വാ. ഞാൻ റെഡി, വാ പോകാം. ഇടി, നിനക്ക് ഈ വണ്ടി വല്ലപ്പോഴും ഒന്ന് പൊടിയുടച്ച് വെക്കാൻ വരായിരുന്നു. അയ്യടാ, ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരി? ആ അതെ അതെ, വേലക്കാരി. നീ പറയുമ്പോഴൊക്കെ 5ഉം 10ഉം ഒക്കെ അങ്ങ് ഇട്ട് തരുന്നില്ലേ? ഓഹോ, അതാണ്. ഈ പൊടിയൊക്കെ തൂക്കാനേ വേറെ ആളെ കൊണ്ടുവരണം. എടി എടി എടി, കിടന്ന് കൊഞ്ചാതെ പൊടിയും തട്ടി പോകാൻ നോക്കടി. ശരി തമ്പ്രാട്ടി. എന്താടി ഒരു ഒരുക്കം? ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അക്കോരന്റെ മകൻ കാർത്തികേയൻ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ നിനക്കൊരു മാറ്റം. ചേട്ടൻ ഈ മാറ്റം ഒരുക്കൊന്ന് നോക്കിയിരിക്കാതെ വല്ല പണിക്കും പോയി 10 പൈസ ഉണ്ടാക്കി അച്ഛനെ സഹായിക്കാൻ നോക്കും. അല്ല പിന്നെ രാവിലെ തന്നെ ഉപദേശിക്കാൻ ഇറങ്ങിക്കുക. പണിക്കും പോകത്തില്ല, കുടുംബത്തിനൊരു ഉപകാരവും ഇല്ല. കൊള്ളാം, നല്ല ആളാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായില്ലേ. ഇന്ന് നേരിട്ട് കാണാൻ ഞാൻ എത്ര കൊതിച്ചോന്നറിയോ? കൊള്ളാം,
ഗൾഫിൽ നിന്ന് വന്നിട്ട് നിലത്ത് നിന്നിട്ടില്ല. ഫ്ലിപ്കാർട്ടുകാരേക്കാൾ കൂടുതൽ ലഗേജുമായിട്ടാണ് ഞാൻ വന്നത്. ഇനിയും 2-3 വീടുകളിൽ കൂടി കൊടുക്കാനുണ്ട്. അതുകൂടി കഴിയുമ്പോ എന്റെ ലീവ് അങ്ങ് തീരും. ഇങ്ങനെ ഫ്ലിപ്കാർട്ട് കളിച്ച് നടന്നാ മതിയോ? പിന്നെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? വേണം. നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ താലി കെട്ട്. നീ ഒരു പെങ്ങളുടെ സ്ഥാനത്തിരുന്ന് എല്ലാം മംഗളമാക്കി തരണം. ഇത്രയുള്ളൂ കാന്താരി. ഞാൻ ഒരുത്തിയെ കെട്ടുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ചെമ്പകപ്പൂവിന്റെ ചേലുള്ള പെണ്ണേയൻ ചാരത്ത് വന്നാട്ടേ, പ്രേമത്തിൻ പൂമധു തൂവുന്ന ശീലുകൾ കാതിൽ പറഞ്ഞാട്ടെ. അഴകേറും മലരല്ലേ മനതാരിൽ കുളിരല്ലേ, പോയിടല്ലേ എന്നെ വിട്ടു കാത്തിരിപ്പു ഞാൻ. എത്ര നാളു കാത്തിരുന്നു നിന്നെ ഓർത്തു ഞാൻ, എത്ര രാക്കിനാക്കളിൽ നിറഞ്ഞു നീ സഖി. എത്ര നാളു കാത്തിരുന്നു നിന്നെ ഓർത്തു ഞാൻ, എത്ര രാക്കിനാക്കളിൽ നിറഞ്ഞു നീ സഖി. ചൊടികളിൽ അനുരാഗത്തിൻ പുഞ്ചിരി തൂവി, വരുമോ എന്നരികത്തായി ചേർന്നു നിന്നിടാ. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ഓർമ്മ വെച്ച നാൾ മുതൽക്ക് എൻ്റെ ഉള്ളിലാ, ചേർത്തു വെച്ചതാണു പെണ്ണെ നിന്റെ ഈ മുഖം. ഓർമ്മ വെച്ച നാൾ മുതൽക്ക് എൻ്റെ ഉള്ളിലാ, ചേർത്തു വെച്ചതാണു പെണ്ണെ നിന്റെ ഈ മുഖം. ഒന്നു ചേർന്നിരിക്കുവാൻ കൊതിച്ചു എൻ മനം, ഇന്നും ഈ കരങ്ങൾ കോർത്തു കൂടി നിന്നിടാ. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ചന്ദന ചോപ്പുള്ള പെണ്ണേ നീ എന്നെ കണ്ടാൽ മിണ്ടൂലേ, തഞ്ചത്തിൽ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതിഷ്ടം കൊണ്ടല്ലേ. ചെമ്പകപ്പൂവിന്റെ ചേലുള്ള ദേവനിൻ ചാരത്ത് വന്നാട്ടെ, പ്രേമത്തിൻ പൂമധു തൂവുന്ന ശീലുകൾ കാതിൽ പറഞ്ഞാട്ടെ. അഴകേറും മലരല്ലേ മനതാരിൽ കുളിരല്ലേ, പോയിടല്ലേ എന്നെ വിട്ടു കാത്തിരിപ്പു ഞാൻ. കാർത്തികേയ, സാമ്പത്തികമായി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ സഹായിച്ചു എന്നുള്ളത് നേരാ. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മാനവും അഭിമാനവും ആരുടെയും മുൻപിൽ പണയം വെച്ചിട്ടില്ല.
കാർത്തികേയന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൊള്ളാം. ഇപ്പോൾ സമൂഹത്തിന്റെ നിലയും വിലയും ആയി അല്ലേ? കാർത്തികേയൻ പോകുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോ? വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഞാൻ ഗൾഫിൽ കിടന്ന് പണിയെടുത്ത വീർപ്പിന്റെ ഫലമാണ് നിങ്ങൾ ഈ പറഞ്ഞ മാനോ അഭിമാനമോ ഒക്കെ. പിന്നെ അവളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഓരൻ്റെ മകൻ്റെ താലി ഈ മേമന ഇല്ലത്തെ പെണ്ണിൻ്റെ കഴുത്തിൽ കിടന്നാൽ പോകുന്ന മാനോ അഭിമാനമാണെങ്കിൽ അങ്ങ് പോട്ടേന്നു. അമ്മേ, അമ്മേ, എന്താടാ? ആ കാർത്തികേയൻ എന്തിനാ ഇവിടെ വന്നത്? അത് പിന്നെ എന്താ ചെവി കെട്ടൂടെ? അവനും ലക്ഷ്മിയും തമ്മിൽ. അപ്പൊ ഞാൻ കേട്ടത് ശരിയാണല്ലേ? എടി ലക്ഷ്മി. മഹേന്ദ്ര, അച്ഛാ ഇവള്. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഉത്തരവാദിത്വമുള്ള ഒരു ആങ്ങള വന്നിരിക്കുന്നു. എടാ, ഈ ഇല്ലത്തെ അടുപ്പ് പുകയുന്നത് എങ്ങനെയാണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? അത് പോട്ടെ, നീ പഠിച്ചതും ഇവളെ പഠിപ്പിച്ചതും ഇവളുടെ ടീച്ചർ ജോലിക്ക് വേണ്ടി മാനേജ്മെന്റിൽ ലക്ഷങ്ങൾ മുടക്കിയതും അവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. നീയും ഞാനുമൊക്കെ ഒരു നാൾ ഇവിടുത്തെ ജന്മികളായിരുന്നു. ഇന്ന് അവൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇല്ലവും നീയും ഞാനും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് അവൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ബെസ്റ്റ് തന്ത. ഇനി എന്താ വേണ്ടെന്നുള്ളത് ഈ മഹേന്ദ്രൻ അറിയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ചേട്ടന്റെ പെങ്ങളും ആ അടിയാന്റെ മകനും തമ്മിൽ ചൊല്ലിക്കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ എന്തായാലും നല്ല ഭാഗ്യവാനാ, നല്ലൊരു അളിയനല്ലേ കിട്ടാൻ പോകുന്നത്. നിനക്കറിയാമോ, ആ കാർത്തികേയൻ എന്റെ പാടത്ത് പണിക്ക് വന്ന ആ കോരന്റെ മകനാ. എന്റെ കുത്തിന് പിടിച്ചത് എന്താ കാര്യം? ആ കറക്റ്റ് സമയം ഇതാ ലാഭം വരുന്നത്. ചേട്ടാ, കൂടുതലൊന്നും ആലോചിക്കണ്ട. അമർ സത്യം നാട്ടി പാട്ട. ചേട്ടൻ കൈ പൊക്കിയാണ് ഞങ്ങൾ. കാർത്തികേയ, ഒന്ന് നിന്നേ. നിനക്ക് പ്രേമിക്കാൻ മനക്കല പെണ്ണിനെയാണോ ഇടാ കിട്ടിയത്? ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കിയെന്നും പറഞ്ഞ് ജനസിന്റെ ഗുണം മാറുവാടാ. എന്താ ചേട്ടാ കൂടുതൽ സംസാരിച്ചിരിക്കുന്നേ? അവര് മുഖം നോക്കി 2 ഇടി. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. മോനെ മഹേന്ദ്ര, എന്നടാ പറ്റിയേ? ആകെ അവസരമല്ലോടാ. എന്തുവാടാ, എന്തു പറ്റി? ഓ, ഒന്നുമില്ല. ഇവനും 4-5 ഗപ്പിപ്പിള്ളേരും കൂടി എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. മനുഷ്യ കണ്ട കീഴാളന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നക്കി തിന്നപ്പോ ഓർക്കണമായിരുന്നു. അമ്മേ, കീഴാളന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വയറ് നിറച്ച് അമ്മയും കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ പഠിപ്പിച്ചിട്ട് നിലക്കെത്തിച്ചപ്പോ എല്ലാം മറന്നു അല്ലേ? എല്ലാം എന്നെ കഴിവുകേടാ. മനുഷ്യന്റെ ഓരോ അവസ്ഥ. ഇവള് അവന്റെ കൂടെ അഴിഞ്ഞാടാൻ പോകുന്ന എനിക്കൊന്ന് കാണണം. എന്തഴിഞ്ഞാട്ടോ അമ്മ ഉദ്ദേശിച്ചത്? അയാൾ കീഴാളനോ കാട്ടാളനോ ആരും ആയിക്കോട്ടെ, ഒരു നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ ഇതുവരെ അയാൾ എന്നെ അശുദ്ധിയാക്കിയിട്ടില്ല. മുന്തിയ കുലത്തിൽ ജനിച്ചോണ്ട് കാര്യമില്ല. മനുഷ്യനാണെങ്കിൽ സ്നേഹവും കരുണയുള്ള ഒരു മനസ്സുണ്ടാക്കണം. ലക്ഷ്മി, നിനക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവളെ ഇവിടെ നിർത്തുന്നില്ല. ഓരന്റെ മരുമകളായി, എന്റെ പെണ്ണായി, റാണിയെപ്പോലെ എന്റെ വീട്ടിൽ വാങ്ങി. എൻ്റെ മകൻ്റെ ആദ്യരാത്രി ആഘോഷിക്കുന്ന മണിയറയിൽ ഒരു കൊലയാളിയായി
അവളുടെ ആങ്ങള കടന്നു വന്നു. ആദ്യം ലക്ഷ്മിയെ അവൻ വകവരുത്തി. ശേഷം കാർത്തുവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവളുടെ ആങ്ങള കാർത്തുവിൻ്റെ കൈകൊണ്ട് യാദൃശികമായിട്ട് മരണപ്പെട്ടു. ഓ, ഈ തലമുറയിലും ജാതിയും മതം നോക്കുന്ന മക്കളുണ്ടല്ലോ. ഉണ്ടടോ. ദുരഭിമാനവും സ്വാർത്ഥമായ താല്പര്യത്തിനും അവനവൻ്റെ പിടിവാശിക്കുമെല്ലാം ഇപ്പോഴും ജാതി മതവും ഒക്കെയുണ്ട്. എൻ്റെ തമ്പ്രാൻ എന്നോട് കാണിച്ച കൂറ് കണ്ടപ്പോൾ ആ ഒരു തലമുറയോടുകൂടി എല്ലാം തീർന്നെന്നാ കരുതിയ ഈ ജാതിയും മതവും തീണ്ടലും എല്ലാം. പക്ഷേ തീരില്ലടോ, ഒരിക്കലും തീരില്ല, ഒരിക്കലും തീരില്ല. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ലോകത്തിന്ന് മനുഷ്യർ തമ്മിത്തല്ലി മരിക്കുന്നു. ഇതെല്ലാം മാറണമെങ്കിൽ മനുഷ്യ മനസ്സുകൾ ഇനിയും കൂടുതൽ വിശാലമാകണം. അതല്ലെങ്കിൽ പ്രളയമോ കൊറോണയോ പോലത്തെ പ്രകൃതിക്ഷോഭം ഉണ്ടാകണം മനുഷ്യർ ഒന്നാവാൻ, അതും ക്ഷണിക നേരത്തേക്ക്.